ഇപ്പോൾ അടുത്ത യൂസ് ചെയ്യുന്ന അബ്രഷനാണ്. അബ്രഷൻ എന്ന് വെച്ചാൽ നമ്മുടെ സാധാ ഫേഷ്യൽ ചെയ്യുന്ന മാതിരത്തെ ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് റിമൂവർ പോലെ ചെയ്യുന്നതാണ്. ഇതിൽ വാട്ടർ അതിൽ തന്നെ വാട്ടർ പമ്പ് ചെയ്ത് അവർ അബ്രേസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണിത്. ചെയ്യുന്ന ആളുടെ വിരലുകൾ നമ്മുടെ ഫേസിൽ തൊടാൻ പാടില്ലെന്നാണ് പറയുന്നത്. ഹായ് നമസ്കാരം, എൻ്റെ പേര് പാർവതി. ഞാനിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്തുള്ള വഞ്ചൂരിലെ ഗ്ലാം റൂം യൂണിസെക്സ് സലൂൺ എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. എൻ്റെ സ്വന്തം സ്ഥാപനം തന്നെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫേഷ്യലിനെ പറ്റിയാണ്. വെറും ഫേഷ്യലല്ല, ഹൈഡ്രാ ഫേഷ്യൽ. ഇപ്പോൾ ഫേഷ്യൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് ഫേഷ്യൽസ് കേട്ടിട്ടുണ്ടായിരിക്കും. പപ്പായ ഫേഷ്യൽ, ഫ്രൂട്ട് ഫേഷ്യൽ, അങ്ങനെ ഒരുപാട് എക്സെട്ര ഒരുപാട്. ഇതിപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് കുറേ എക്യുപ്മെൻറ്റ്സ്, അതായത് നമ്മൾ നേരത്തെ കൈകൊണ്ട് ചെയ്യുന്നതിൽ നിന്ന് ഒരുപാട് എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്ത് ചെയ്യുന്നത്, അതായത് സ്കിൻ മനസ്സിലാക്കി അതിൻ്റേതായ സിറം യൂസ് ചെയ്ത് അങ്ങനെ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്ത് അഡ്വാൻസ്ഡ് ടെക്നോളജി ആയിട്ട് ചെയ്യുന്ന ഒരു ഫേഷ്യലാണ് ഹൈഡ്രാ ഫേഷ്യൽ. അപ്പോൾ നമ്മൾ ഹൈഡ്രാ ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഫേസ് ആദ്യം ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഫേസിൽ നല്ല, ഇപ്പോൾ പുറത്തുനിന്നൊക്കെയാണ് വരണമെങ്കിൽ നല്ല ഡേർട്ടൊക്കെ കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പിമ്പിൾസൊക്കെ ഉള്ള ഫേസിൽ ഒരിക്കലും ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യാൻ പാടില്ല. കാരണം ഇപ്പോൾ പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടൊരു ടെക്നോളജി വന്നു. അപ്പോൾ ഹൈഡ്രാ ഫേഷ്യൽ തന്നെ ചെയ്യണമെന്ന് പിമ്പിൾസ് ഉള്ളവർ വാശി പിടിക്കരുത്. കാരണം എന്ന് വെച്ചാൽ ഹൈഡ്രാ ഫേഷ്യൽ പിമ്പിൾസിൽ ചെയ്യാൻ പാടില്ല, കൂടുതലാകുകയുള്ളൂ. കാരണം നമ്മൾ കൈയല്ല യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈവൻ ഫേഷ്യൽ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ മസാജ് ക്രീമോ സ്ക്രബോ കൊടുക്കുമ്പോൾ പിമ്പിളുള്ള ഫേസിൽ നമ്മൾ കുറവായിരിക്കും മസാജും സ്ക്രബും കൊടുക്കുന്നത്. ബിക്കോസ് വേറൊന്നും കൊണ്ടല്ല, ഈ പിമ്പിൾസ് ഒരുപാടാകുകയും ചെയ്യും. അതുപോലെ അത് അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷനോ പോലുള്ള സംഭവങ്ങൾ വരും. സാധാ ഫേഷ്യലിൽ തന്നെ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഈ ഹൈഡ്രാ ഫേഷ്യൽ എന്ന് പറയുമ്പോൾ എക്യുപ്മെൻറ്റ്സ് ആണ്, നമ്മൾ കൈ വെച്ചുമല്ല യൂസ് ചെയ്യുന്നത്, ഫുൾ എക്യുപ്മെൻറ്റ്സ് ആണ്. ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ക്ലെൻസിങ് ആണ്. ഫേസ് ക്ലെൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡേർട്ടൊക്കെ നന്നായിട്ട് മാറി ഒരു ഹൈഡ്രേറ്റിംഗ് ഫീൽ ചെയ്യാനാണ് ഫേസിൽ ക്ലെൻസ് ചെയ്യുന്നത്. ഈ ക്ലെൻസിങ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ഡേർട്ട് ഇതിൽ നിന്ന് റിമൂവ് ആയിപ്പോൾ ഫേസിൽ നിന്ന്. എപ്പോഴും ഫേഷ്യൽ ചെയ്യുമ്പോൾ നമ്മൾ കഴുത്തിലും കൂടെ ചെയ്താണ് പോകാറ്. ഓക്കെ, ഫസ്റ്റായിട്ട് നമ്മൾ സാധാരണ ഫേഷ്യലിൽ സ്ക്രബ്ബർ യൂസ് ചെയ്യണമെങ്കിൽ ഇതാണ് ഈ മെഷീൻ സ്ക്രബ്ബറാണിത്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്ത സ്ക്രബ്ബറാണ്. അതായത് നമ്മുടെ സാധാ ഫേഷ്യലിൽ സ്ക്രബ്ബർ എന്ന് പറയുന്നൊരു ക്രീം യൂസ് ചെയ്യുന്നെങ്കിൽ ഇത് അതേപോലെ തരത്തിലുള്ളൊരു ഇത് തന്നെയാണ് സ്ക്രബ്ബർ എന്ന് പറയുന്നത്. നമ്മൾ കൈ വെച്ച് ചെയ്യുന്നത്, ഇത് മെഷീൻ വെച്ച് ചെയ്യുന്നത്, ദാറ്റ്സ് ഓൾ. പിന്നെ സ്ക്രബ്ബർ ക്രീം ഇട്ടിട്ടൊരു ഇതും കൂടെ ഉണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. ഇതിൽ വരുന്ന ചെറിയ ചെറിയ റേസാണ് ഇതിൽ ഫേസിൽ വരുന്ന മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത്. നമ്മൾ ഇതിലെടുക്കുന്ന ഓരോ എക്യുപ്മെൻറ്റ്സും നമ്മുടെ സ്കിന്ന് നോക്കിയതിന് ശേഷം ഇതിലൊരു വേരിയേഷൻ ഉണ്ട്, കൊടുക്കുന്ന ഒരു ടൈമുണ്ട്, ടൈമിൻ്റെ വേരിയേഷൻ ഉണ്ട്. അതുപോലെ തന്നെ എത്രയാണ് അതിൻ്റെ ഒരു മാക്സിമൈസേഷൻ, എത്ര കൊടുക്കണം എന്നുള്ളതിൻ്റെ ഒരു ഇതുണ്ട്. ഇപ്പോൾ അടുത്ത യൂസ് ചെയ്യുന്ന അബ്രഷനാണ്. അബ്രഷൻ എന്ന് വെച്ചാൽ നമ്മുടെ സാധാ ഫേഷ്യൽ ചെയ്യുന്ന മാതിരത്തെ ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് റിമൂവർ പോലെ ചെയ്യുന്നതാണ്. ഇതിൽ വാട്ടർ അതിൽ തന്നെ വാട്ടർ പമ്പ് ചെയ്ത് അവർ അബ്രേസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണിത്. അതുപോലെ ഇതിൻ്റെ നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു ടൈം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആ ടൈം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ആ സ്കിൻ ഏതാണെന്ന് നോക്കിയതിന് ശേഷം ആയിരിക്കണം അതിൽ അപ്ലൈ ചെയ്യാൻ. ഇല്ലെങ്കിൽ സ്കിന്നിൻ്റെ തൊലി ഇളകി പോകാനായിട്ട് ചാൻസ് ഉണ്ട്.
നിങ്ങൾ കണ്ടു കാണും, അത് ചെയ്തപ്പോൾ ചേച്ചിയുടെ കണ്ണൊക്കെ നിറഞ്ഞു. കാരണം ചെറിയൊരു പെയിൻ ഉണ്ടാവും. കാരണം ഇങ്ങനെ അത് സക്ക് ചെയ്താണ് എടുക്കുന്നത്, ഇങ്ങനെ സക്ക് ചെയ്തിടണം. അപ്പം നമ്മൾ എത്രത്തോളം അത് നിർത്തിയിരിക്കുന്നു, അപ്പോൾ അത് എടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു പെയിൻ ഉണ്ടാവും. ഇതിപ്പോൾ ഫ്ലോറൻസ് പെട്ടെന്ന് എടുത്തു. അപ്പോൾ നമുക്ക് എപ്പോഴും ഈ മൂക്കിൻ്റെ ഈ ഭാഗത്തൊക്കെ ആയിരിക്കും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും വരുന്നത്, പിന്നെ ഈ ഭാഗത്തായിട്ട്. അപ്പോൾ അവിടെ ആയിരിക്കും കൂടുതൽ അത് വരുന്ന ആ ഒരു വേദന വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് എടുക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് സിറം യൂസ് ചെയ്യാം. ഓരോ ഫേസിനും ഓരോ സിറമായിരിക്കും. ഇല്ല എങ്കിൽ ഇത് സിറം ഒന്ന് യൂസ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. കാരണം ഇത് യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും റിമൂവ് ചെയ്യുമ്പോൾ ഈ ചെറിയ ഒരു റെഡിഷ് ആവും ഫേസ്. അതായത് നമ്മൾ ഇത്ര മറ്റതിലാണെങ്കിൽ നമ്മൾ എന്താണ് കുത്തിയെടുക്കുകയാണ്, ഇതിലാണെങ്കിൽ നമ്മൾ എന്താണ് ഒരു പ്രഷർ കൊടുത്ത് ഇങ്ങനെ സക്ക് ചെയ്ത് എടുക്കുകയാണ്. സോ അതിന് ശേഷം യൂസ് ചെയ്തതാണ് ഈ സിറം അല്ലെങ്കിൽ റോസ് വാട്ടർ. നെക്സ്റ്റ് മസാജ് ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത്. സാധാ മസാജ് പോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഹെയറിൽ കൊടുത്ത അതേപോലത്തെ മസാജാണ്. പക്ഷേ ഇതിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതികളാണ് മസാജ് കൊടുക്കുന്നത്. എപ്പോഴും ഈ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യുമ്പോൾ ഈ കൈ അങ്ങനെ അപ്ലൈ ചെയ്യാറില്ല. അതായത് നമ്മുടെ ചെയ്യുന്ന ആളുടെ വിരലുകൾ നമ്മുടെ ഫേസിൽ തൊടാൻ പാടില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുന്നത്. നമ്മൾ ബാക്കിയുള്ള ഫേഷ്യലിനുള്ള പോലെ അല്ല. കാരണം ഓൾറെഡി ഇത് ഞാൻ പറഞ്ഞു, എക്യുപ്മെൻറ്റ്സ് ഓരോന്നും എടുത്തിട്ടാണ് ചെയ്യുന്നത്. അതിലൊരു ഒരു അൾട്രാ വയലറ്റ് പോലത്തെ ഒരു റേസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ കൈ കൂടുതൽ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. എപ്പോഴും ക്രീം വരെ ഇടുമ്പോൾ ഈ വളരെയധികം സൂക്ഷിച്ച് ക്ലീനുള്ള സാധനങ്ങൾ യൂസ് ചെയ്ത് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരാൾക്കൊരു ഹൈഡ്രാ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ഓരോ എക്യുപ്മെൻറ്റ്സും അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാറാണ് പതിവ്. ഇതെന്ന് പറയുന്നത് അൾട്രാസൗണ്ട് എന്ന് പറയുന്ന അടുത്ത എക്യുപ്മെൻ്റാണ്. ഇതിലും ഈ ചേച്ചിയുടെ ഈ ക്ലയൻറ്റിൻ്റെ സ്കിൻ ഏതാണെന്ന് നോക്കിയതിന് ശേഷമാണ് അതിൻ്റെ ഇത് യൂസ് ചെയ്യുന്നത്. എപ്പോഴും അത് ചെയ്യുമ്പോൾ അതെന്തായാലും അത് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും ആ എക്യുപ്മെൻറ്റ്. സോ അതിലൊന്ന് ജസ്റ്റ് വാട്ടർ സ്പ്രേ ചെയ്തതിന് ശേഷമായിരിക്കണം ചെയ്യേണ്ടത്. ഇത് ജസ്റ്റ് ആ ഫേസിലൊരു മസാജ് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് കൊടുക്കുന്നത് പോലെ തന്നെ ഒരു മസാജ് കൊടുക്കുന്നതാണ്. എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ടൊരു മസാജ് കൊടുക്കുന്നതാണ്. നേരത്തെ ഈ മസാജിനൊക്കെ പറയുമ്പോൾ ഒരേ ഇത് തന്നെയാണ്. കാരണം ബ്ലഡ് ഫ്ലോ കൂടാനും അതുപോലെ തന്നെ നല്ലൊരു ഫേസിലൊരു ഫെയർ ലുക്ക് വരാനും ഒക്കെ ഏറ്റവും ചാൻസ് ഉള്ള ഒരു ഫേഷ്യൽ തന്നെയാണ് ഹൈഡ്രാ ഫേഷ്യൽ. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ അത് ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യുമ്പോൾ എപ്പോഴും പിമ്പിളാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എങ്കിൽ ചെയ്യാൻ പാടില്ല. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് ചെയ്താൽ ഉണ്ടാകുന്ന പ്രശ്നമെന്ന് വെച്ചാൽ ഫേസ് ഫുൾ തൊലി തനിയെ ഇളകി പോകാൻ ചാൻസ് ഉണ്ട്, പൊള്ളൽ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. ഈ ഫെയർ ലുക്ക് ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അതായത് ഇച്ചിരി വെളുത്തിട്ടൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഇല്ല എങ്കിൽ പയ്യെ ഒരു 1, 2, 3 സെറ്റ് വന്നാൽ അതിൻ്റേതായ ഒരു റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്യുന്നത് സാധാ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് അല്ല. O3+ എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. അത് ഉപയോഗിച്ച് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഇതൊരു 25 മിനിറ്റ്സോളം ഉള്ള ഒരു മസാജാണ്. 20 to 25 മിനിറ്റ്സ് വരുന്നൊരു മസാജാണിത്. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരു 1 to 2 hours നീളുന്നൊരു ഫേഷ്യലാണിത്, ഹൈഡ്രാ ഫേഷ്യൽ. 1 to 2 ഞാൻ എല്ലാം കൂടെ ചേർത്ത് പറഞ്ഞു തന്നു. ഇപ്പോൾ മസാജിൻ്റെ ആയാലും അല്ലെങ്കിൽ ഓരോ എക്യുപ്മെൻറ്റ്സ് യൂസിങ്ങിൻ്റെ ആയാലും ഒരു ടൈമാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോൾ നമുക്ക് എളുപ്പമെന്ന് വെച്ചാൽ ചെയ്യാൻ എളുപ്പമാണെന്ന് വിചാരിക്കാം. കാരണം എന്ന് വെച്ചാൽ എക്യുപ്മെൻറ്റ്സ് ആണ്. പക്ഷേ അത്രയ്ക്കും ശ്രദ്ധിച്ച് യൂസ് ചെയ്ത് അതിൻ്റേതായ ടൈം കൊടുത്തില്ല എങ്കിൽ സ്കിന്നിന് പ്രശ്നം ഉണ്ടാവാൻ പറ്റുന്നൊരു ഇതാണിത്.
നെക്സ്റ്റ് ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. ജെല്ലെന്ന് പറയുമ്പോൾ അലോവേരയോ അല്ലെങ്കിൽ കുക്കുംബറോ ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. വേറെ ജെല്ലൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതും സ്കിന്ന് നോക്കിയതിന് ശേഷം അലോവേരയാണോ ഈ സ്കിന്നിന് നല്ലത്. ചിലർക്ക് ചെറുതായിട്ട് അലർജീസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ അലോവേരയാണോ കുക്കുംബറാണോ എന്ന് അതും ചെക്ക് ചെയ്തിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. ഇത് അടുത്തതെന്ന് പറയുന്നത് കോൾഡ് ഹാമർ. ഈ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. ഇതിൻ്റെ യൂസ് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല. നമ്മളെപ്പോഴും പറയും, ഇപ്പോൾ സെലിബ്രിറ്റീസൊക്കെ യൂസ് ചെയ്യുമെന്ന് പറയും, ഈ ഫേസിൽ ഐസ് വെള്ളം മുഖത്ത് കഴുകും എന്ന് പറയും. കാരണം സ്കിന്നിന് അതിൻ്റേതായ ആ ഒരു നല്ലൊരു ഗ്ലോ കിട്ടും, അത് ഉറപ്പാണത്. പക്ഷേ എന്നാലും അതും എല്ലാ സ്കിന്നിനും പറ്റത്തില്ല. എങ്കിലും രാവിലെ എഴുന്നേറ്റതിന് ശേഷം ഈ ഐസ് വാട്ടർ കഴുകുക, അപ്പോൾ നല്ല ഫേസ് നല്ല ഫെയർ ആവുമെന്ന് പറയും. അതേപോലെ തന്നെ ഒരു ഇത് തന്നെയാണിത്, കോൾഡ് ഹാമർ. അതായത് ഈ ജെല്ലിട്ടതിന് ശേഷം ഇതൊരു മസാജ് കൊടുക്കുമ്പോൾ നല്ലൊരു തണുപ്പ് ഫീൽ ഉണ്ടാവും. ഓരോ ഫേസിലെ സെല്ലുകളും ഉണർന്ന് പ്രവർത്തിക്കുമെന്ന് പറയില്ലേ, അതുമാതിരിയാണിത്. നല്ലൊരു തണുപ്പ് നമുക്ക് കിട്ടും. തണുക്കുന്നില്ലേ? നല്ല തണുപ്പുണ്ട്. എല്ലാവർക്കും ഈ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യുമ്പോൾ ഇതാണ് ഇഷ്ടം, തണുപ്പ്. നമ്മൾ ഫേസിൽ തണുപ്പ് കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ നമ്മൾ ആവി കൊടുക്കുന്നു എന്ന് പറഞ്ഞില്ല, ആവി കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ അതിനേക്കാട്ടിലും എത്രയും നല്ലൊരു എഫക്റ്റ് കിട്ടുന്നത് ഈ ഒരു തണുത്ത ഒരു കൂളൻ്റ് കിട്ടുമ്പോഴാണ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതും ഇതിൻ്റെ തന്നെ മാസ്ക് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ നമ്മൾ കോൾഡ് ഹാമർ കൊണ്ട് യൂസ് ചെയ്തതിന് ശേഷം ആ ജെല്ല് ഫേസിലുണ്ടാവും. അപ്പോൾ മാസ്കാണ് ഇനി അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പാക്ക് ഇട്ടു, അത് കഴിഞ്ഞ് എൻ്റെ മാസ്ക് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തന്നെയുള്ളൊരു ഇതാണ് ഈ ലൈറ്റിംഗ് വരുന്നത്. അതായത് നമ്മുടെ സ്കിന്നിലോട്ട് ഈ അൾട്രാ വയലറ്റ് റേസ് പോകുന്നത്, അതായത് ബ്ലൂ, റെഡ്, ഗ്രീൻ അങ്ങനത്തെ ലൈറ്റിംഗ്. ഇപ്പോൾ ലേസർ മാതിരത്തെ വേറൊരു പ്രക്രിയയാണിത്. അപ്പോൾ ഇത് വയ്ക്കാൻ പോവുകയാണ്. ഇതിലും നമ്മൾ ടൈം അഡ്ജസ്റ്റ് ചെയ്യും. ഈ സ്കിന്ന് നോക്കി വെച്ചിട്ടുണ്ടല്ലോ നേരത്തെ, അപ്പോൾ ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് വയ്ക്കുമ്പോൾ കറക്റ്റ് ടൈം ആകുമ്പോൾ ഇത് തനിയെ ഓഫാവും. അപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്താൽ മാത്രമേ ഇത് കാണാൻ പറ്റത്തുള്ളൂ. ഇത് റെഡ് കളർ വന്നു. അപ്പോൾ ആ ടൈം സെറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് അത് കഴിയുമ്പോഴത്തേക്കും തനിയെ ഓഫാവും. ഇത് കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ടൈമായി എടുക്കാനുള്ളത് ഇപ്പോൾ തനിയെ ഓഫായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എടുക്കാം. അപ്പോൾ നമ്മളത് മാസ്ക് എല്ലാം എടുത്തു കഴിഞ്ഞു. അതിനുശേഷം ജസ്റ്റ് ഒന്ന് നമ്മൾ കൈവച്ച് നമ്മുടെ ഉണങ്ങിയിരിക്കുന്ന ആ മാസ്ക് ഉണ്ടല്ലോ, ഫേസിലിട്ടേക്കുന്ന പാക്ക് മാസ്കിൻ്റെ അടിയിലിരുന്ന്, അപ്പോൾ അതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് അതിനെ ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞു, നമ്മൾ വൈപ്പ് ഔട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ടിഷ്യൂ വെച്ച് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് ടിഷ്യൂ വെച്ചും കൂടെ എടുക്കുക. അതിനുശേഷം ഒരു ഫെയർനെസ് ക്രീമോ അല്ലെങ്കിൽ മോയ്സ്ചറൈസിങ് ക്രീമോ സൺസ്ക്രീമോ എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം.